Hi friends, welcome to Garam Masala, the magic spices of cooking. നുറുക്കു ഗോതമ്പ് ഉപ്മ. ഇന്ന് നമുക്ക് നുറുക്കു ഗോതമ്പ് ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ഉപ്മ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് നുറുക്കു ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ കഴുകിയതിന് ശേഷം ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓവർ കുക്ക് ആകരുത്, അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപ്മ ഡ്രൈ ആയിരിക്കുകയില്ല. ഇതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉപ്മ തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അടുത്തതായി കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 3 പച്ചമുളക് ഇവ കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കണം. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, സവാള ഇവ കൂടെ ചേർക്കണം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റും സവാളയും എല്ലാം സോഫ്റ്റായി വരണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്മ നല്ല കളർഫുൾ ആകണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 5 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഉപ്മ നല്ല ഡ്രൈ ആയി വരികയുള്ളൂ. നമ്മുടെ ഉപ്മ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് ഉപ്മ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.